ഹായ്, എല്ലാവർക്കും അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. ഈ ഭാഗത്തിൽ നിന്ന് PSCയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് സിമ്പിളായിട്ട് പഠിക്കുന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് സാധാരണ പലിശയാണ്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. കൂട്ടുപലിശ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. സാധാരണ പലിശ ഏതൊക്കെ രീതിയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മുതൽ, പലിശ നിരക്ക്, അതുപോലെ തന്നെ കാലാവധി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് മുതൽ പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ വായ്പ എടുക്കുകയോ ചെയ്യുന്ന ആ എമൗണ്ടിനാണ് എന്ന് പറയുന്നത് മുതൽ എന്ന് പറയുന്നത്. പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്, അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നിരക്ക് അല്ലെങ്കിൽ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിനെയാണ് പലിശ നിരക്ക് എന്നറിയപ്പെടുന്നത്. ഇനി കാലാവധി, എത്ര വർഷത്തേക്കാണ് എടുക്കുന്നത് അത് ആ വർഷത്തിനെയാണ് എന്ത് പറയുന്നത്, കാലാവധി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു വർഷമാണെങ്കിൽ ഒരു വർഷം, അല്ലെങ്കിൽ 2 വർഷമാണെങ്കിൽ 2 വർഷം. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു വർഷത്തിലേക്കായിരിക്കും. ഓക്കെ, പലിശ നിരക്ക് കണക്കാക്കുന്നത് എല്ലാം ഒരു വർഷത്തിലേക്കായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണമായി 1000 രൂപയ്ക്ക് 10% പലിശ നിരക്കിലാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്ര കിട്ടും? 1000 ഇൻറ്റു 10/100 നമ്മൾ ചെയ്യുന്നത് അല്ലേ. 10% അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പൂജ്യങ്ങൾ വെട്ടിച്ചെറുതാക്കുന്നു. കിട്ടുന്ന എത്രയാണ്? 10% എന്ന് പറയുമ്പോൾ 1000ൻ്റെ 10% എത്രയാണ്? 100 എന്ന് കിട്ടും. ഓക്കെ, ഒരു വർഷം കഴിയുമ്പോൾ ആ 100 രൂപ എന്ത് ചെയ്യും, നമ്മളുടെ മുതലിൻ്റെ കൂടെ കൂട്ടുകയാണ്, അതായത് 1000ൻ്റെ കൂടെ കൂട്ടും. അപ്പോൾ 1000 + 100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1100 കിട്ടും. ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ച് കിട്ടുന്നത് എത്രയാണ്? 1100. അതൊരു 3 വർഷം കഴിയുമ്പോഴാണെങ്കിലോ, ആദ്യം നമുക്ക് എത്ര കിട്ടി? 1000ൻ്റെ 10% എന്ന് പറയുന്നത് 100 രൂപയാണ്. അത് ഓരോ വർഷം എന്ത് ചെയ്യും, എമൗണ്ടിൻ്റെ കൂടെ കൂട്ടി ഇടും. ഓക്കെ, അപ്പോൾ 3 വർഷം കഴിയുമ്പോഴാണെങ്കിൽ 3 വർഷത്തേക്ക് എത്രയാണ് 10% വെച്ച് നോക്കുമ്പോൾ 300 രൂപയാണ് അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 1000 + 300 രൂപ, 1300 രൂപയായിട്ട് നമുക്ക് മടക്കി കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പലിശ കണ്ടുപിടിക്കുന്നത്. ഒരു പ്രോബ്ലം നോക്കാം. 5000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എത്ര? ഇനി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 5000 രൂപ മുതൽ തന്നിട്ടുണ്ട് അല്ലേ. പലിശ എത്രയാണ്? പലിശ നിരക്ക് എത്രയാണ്? 10%. എത്ര വർഷത്തേക്കാണ് കാലാവധി? 2 വർഷമാണ് തന്നിട്ടുള്ളത്. 2 വർഷത്തേക്കാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 10 × 2 വർഷമാണ്, അതായത് 10% 2 വർഷത്തേക്കാണ്. അപ്പോൾ എത്രയാണ്? 20 എന്ന് വരും, 20% വരും. അപ്പോൾ 5000ൻ്റെ 20% കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അതിലെന്ത് ചെയ്യുന്നുണ്ട്? പൂജ്യങ്ങളുണ്ട് അല്ലേ. ഈ പൂജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം. 5000ൽ ഒരു 0, 20ൽ ഒരു 0 വെട്ടിച്ചെറുതാക്കുന്നു. ബാലൻസ് വരുന്നത് എത്രയാണ്? 500ഉം 2ഉമാണ്. 500 × 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1000 രൂപയാണ്. 1000 രൂപയാണ് വരുന്നത്. 5000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എത്രയാണെന്ന് ചോദിച്ചാൽ 1000 രൂപയാണ്. അടുത്തത്, ഒരാൾ 8000 രൂപ 9% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടും? എത്ര രൂപ തിരിച്ചു കിട്ടുമെന്നാണ്. അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? 8000 രൂപ തന്നിട്ടുണ്ട്. 9% പലിശ നിരക്ക് വരുന്നത്. 5 വർഷത്തേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 9 × 5 ചെയ്യുക. 9 × 5 ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 45 എന്ന് കിട്ടും. അപ്പോൾ 45% കണ്ടുപിടിച്ചാൽ മതി. അതിലെന്ത് ചെയ്യണം? ആദ്യം പൂജ്യങ്ങൾ, അതായത് പൂജ്യങ്ങൾ വെട്ടണം അല്ലേ. 8000ൽ ഒരു 0 വെട്ടിച്ചെറുതാക്കുന്നു. അതുപോലെ തന്നെ അപ്പുറത്ത് എന്ത് വരും? 4.5 എന്ന് വരും. ഓക്കെ, അവിടെ 0 ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുന്നു. ഇനി എന്ത് ചെയ്യുക? 800നെ 4.5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 8 × 45 ചെയ്താൽ മതി. എത്ര കിട്ടും? ആൻസർ 360 എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ 800ൽ 2 0 ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? 360ൻ്റെ കൂടെ 2 0 ചേർക്കുന്നു. അപ്പം 36,000 എന്ന് കിട്ടും. 45ൽ 4.5 ആണ്, അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ആൻസർ വരുന്നത് എത്രയാണ്? 3600 വരുന്നത്. അപ്പോൾ ഒരാൾ 8000 രൂപ 9% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ അയാൾക്ക് 5 വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന എത്രയാണ്? പലിശ ഇനത്തിൽ കിട്ടുന്നത് 3600 രൂപയാണ്. നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. 8000ൽ കണ്ടുപിടിക്കേണ്ടത് 45%. അത് എന്ത് ചെയ്യാം? ഒരു സ്ഥാനം മാറ്റി കൊത്തിടുക. ആദ്യം 10% കിട്ടും. എത്രയാണ്? 8000ൻ്റെ ഒരു സ്ഥാനം മാറ്റി കൊത്തിട്ട് കഴിഞ്ഞാൽ 800 എന്ന് കിട്ടും. അത് നമുക്ക് 10%. ഇനി അതിൻ്റെ നേർപകുതി എടുക്കുക. കാരണം 45 ആയതുകൊണ്ട് നമുക്ക് 5% എത്രയാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ 800ൻ്റെ നേർപകുതി എത്രയാണ്? 400 വരുന്നത്. അപ്പോൾ 5% എത്രയാണ്? 400 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് 8000ൻ്റെ നേർപകുതി എടുക്കുക, അതായത് 50%. ഓക്കെ, അപ്പോൾ 8000ത്തിൻ്റെ നേർപകുതി എത്രയാണ്? 4000 വരുന്നത്. ഇനി ഈ 4000ത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള 5% കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 50%ത്തിൽ നിന്ന് 5% കുറച്ച് എത്ര കിട്ടും? 45% കിട്ടും. 4000ത്തിൽ നിന്ന് 400 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3600 എന്ന് കിട്ടും. ഈ രീതിക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അത് ഉപയോഗിക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. 4000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ
2 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് എത്ര രൂപ കിട്ടും? ചോദ്യം മനസ്സിലാക്കി ചെയ്യണം. കാരണം പെട്ടെന്ന് നമ്മൾ ഓപ്ഷനിൽ നോക്കിയിട്ട് ആൻസർ എഴുതാൻ പറ്റില്ല. കാരണം അതിൻ്റെ നമുക്ക് പലിശ കണ്ടുപിടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ആൻസർ നമുക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുക. അതെന്ത് ചെയ്യണം? മുതലിനോട് കൂടെ കൂട്ടിയാൽ മാത്രമാണ് അയാൾക്ക് എത്ര രൂപ തിരിച്ച് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? 4000 രൂപ തന്നിട്ടുണ്ട്. 12% 2 വർഷത്തേക്കാണ് തന്നിട്ടുള്ളത് അല്ലേ. നമ്മൾക്കത് മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. 12 × 2 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. ഇനി എന്ത് ചെയ്യണം? 4000-ൽ ഒരു 0 വെട്ടണം. അതുപോലെ തന്നെ 24-ൽ എന്ത് ചെയ്യുക? ഒരു സ്ഥാനം മാറ്റിക്കുത്തില്ല. അവിടെ 24 ആയതുകൊണ്ട് 0 ഇല്ലാത്തതുകൊണ്ട് 0 ഉണ്ടെങ്കിൽ നമുക്ക് 0 വെട്ടി ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എത്ര വരും? 400 എന്ന് വരും അല്ലേ. 4000-ൽ 0 വെട്ടി ചെറുതാക്കി 400 എന്ന് വരും. 2.4 കിട്ടും. 400 × 2.4 ചെയ്താൽ മതി. 4 × 24 ചെയ്യുക. ഓക്കെ, 4 × 24 ചെയ്യുമ്പോൾ നമുക്ക് 96 എന്ന് കിട്ടും. ബാലൻസ് എന്ത് ചെയ്യണം? ആ 400-ൽ 2 പൂജ്യങ്ങൾ ചേർത്ത് എഴുതുക. അപ്പോൾ 9600 എന്ന് വരും. ഇനി 2.4 വരുന്നത് അല്ലേ. 24-ൽ 2.4 വരുന്നത്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തില്ല. ആൻസർ കിട്ടുന്ന അത്ര കിട്ടും? 960 എന്ന് കിട്ടും. ഇതിൽ പലിശ വരുന്നത് 960 എന്നല്ലേ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അയാൾക്ക് എത്ര രൂപ തിരികെ കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? മുതലിനോട് കൂടെ ആ 960 കൂടി കൂടാം. 4000 + 960. ആൻസർ വരുന്നത് 4960 രൂപയാണ്. അടുത്ത പ്രോബ്ലം നോക്കാം. 8000 രൂപയ്ക്ക് 3 മാസത്തേക്ക് 10% നിരക്കിൽ സാധാരണ പലിശ എത്ര? ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? മാസത്തിലാണ് അല്ലേ. അതായത് മുമ്പ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷത്തിലാണ്. പലിശ കണ്ടുപിടിക്കുന്നത് വർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ മാസത്തിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം? അതിനെ വർഷത്തിലേക്ക് മാറ്റണം. മാസത്തിൽ തന്നതിനെ വർഷത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? അപ്പോൾ 3 മാസത്തേക്ക് വർഷത്തിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 12 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അതായത് 12 ആണല്ലോ നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത്. 12 മാസമാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യനെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 3/12 എന്ന് വരും. 3/12 പറഞ്ഞാൽ എന്താണ്? അതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 3/12 1/4 എന്ന് വരും. ഓക്കെ, അത് നേരെ കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും നമ്മുടെ പ്രോബ്ലം? 8000 1/4 × 10 എന്ന് വരും അല്ലേ. അതായത് 8000 രൂപയ്ക്ക് 1/4 മാസത്തേക്കാണ് നോക്കുന്നത്. 10%. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തന്നെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും അല്ലേ. 4-നെയും 8000-നും വെട്ടിച്ചെറുതാക്കാൻ പറ്റും. എന്താണ് വരുന്നത്? 2000 എന്ന് വരും. 4-നെ വെട്ടിച്ചെറുതാക്കി 4-നെ 8-ന് വെട്ടിച്ചെറുതാക്കുമ്പോൾ 2 എന്ന് വരും അല്ലേ. അപ്പോൾ 2000 കിട്ടും. 2000 × 10% കണ്ടുപിടിച്ചാൽ മതി. 2000-ന് 10% എത്രയാണ്? ഒരു സ്ഥാനം മാറ്റി കൊത്തിട്ടാൽ മതി അല്ലേ. 2000-ന് ഒരു സ്ഥാനം മാറ്റി കൊത്തിട്ട് കഴിഞ്ഞാൽ 200 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 200 ആണ് ആൻസർ വരുന്നത്. 3 മാസത്തേക്ക് പലിശ വരുന്നത് എത്രയാണ്? 200. അടുത്ത പ്രോബ്ലം നോക്കാം. 3000 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2005 ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെയുള്ള സാധാരണ പലിശ എത്ര? ഇതിൽ തന്നിരിക്കുന്നത് എന്താണ്? ദിവസക്കണക്കാണ് തന്നിട്ടില്ലേ. ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ദിവസങ്ങൾ കാണാം. നമ്മൾ മുമ്പിൽ ചെയ്ത എന്താ പറയുക? മാസങ്ങളുടെ കണക്കായിരുന്നു അല്ലേ. മാസങ്ങൾ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 12 കൊണ്ട് ഹരിച്ചു അല്ലേ. അതായത് മാസങ്ങളുടെ എണ്ണമായ 12 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ദിവസങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ദിവസങ്ങളെ തന്നിട്ടുള്ള ദിവസങ്ങളെ 365 കൊണ്ട് ഹരിക്കുക. അതായത് 365 പറയുന്നതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 365 കൊണ്ട് ഹരിക്കുക. മാസങ്ങളാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 12 കൊണ്ട്, മാസങ്ങളുടെ എണ്ണമായ 12 കൊണ്ട് ഹരിക്കുക. ദിവസങ്ങളാണ് തരുന്നതെങ്കിൽ 365 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ദിവസം തന്നിട്ടുള്ള എന്താണ്? ഫെബ്രുവരി 5 മുതൽ ഏപ്രിൽ 18 വരെയാണല്ലേ. 2005 പറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്? ഫെബ്രുവരി എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. ഓക്കെ, 2005 ലീപ്പ് ഇയർ അല്ല, നോർമൽ വർഷമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 28 ദിവസമാണ് ഉള്ളത്. 5-ാം തീയതിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അന്ന് മുതലുള്ള കണക്ക് കൂട്ടണം. ബാക്കി എത്രയാണ്? 23 ദിവസമുണ്ട്. അപ്പോൾ ഈ 5-ഉം കൂടി കൂട്ടുമ്പോൾ 24 ദിവസമാണ് വരുന്നത്. പിന്നെ മാർച്ചിൽ എത്രയുണ്ട്? 31 ദിവസമാണ്. മാർച്ചിൽ 31 ദിവസം. ഏപ്രിൽ തന്നിരിക്കുന്ന എത്രയാണ്? 18 വരെയാണ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 24 ദിവസം, മാർച്ച് 31, ഏപ്രിൽ 18. ഇത് 3 കൂടി കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും? 73 എന്ന് കിട്ടും. ഓക്കെ, 24, 31, 18 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 73 എന്ന് കിട്ടും. 73-ന് എന്ത് ചെയ്താൽ മതി? 365 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? 73 എന്ന ദിവസമാണ് കിട്ടിയത്. അതിനെ 365 ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. 73/365 സമത്ര കിട്ടും? 1/5 എന്ന് കിട്ടും. 73-നെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളുടെ പഴയ പോലെ പ്രോബ്ലം ചെയ്യാം. 3000 രൂപയാണ് തന്നിരിക്കുന്നത്. 1/5 നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ വരുന്നത് എത്രയാണ്? പലിശ വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത് 6%. അത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇട്ട് ചെയ്യാം. കാരണം അത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? 6/100 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ വരുന്നത് 3000 × 1/5 × 6/100 എന്ന് വരും. ഇനി നമുക്ക് പൂജ്യങ്ങൾ വെട്ടിച്ചെറുതാക്കാം. 100-ൻ്റെ 2 പൂജ്യങ്ങളും 3000-ൻ്റെ 2 പൂജ്യങ്ങളും വെട്ടിച്ചെറുതാക്കുന്നു. അപ്പോൾ അവിടെ ബാലൻസ് 30 എന്ന് വരും അല്ലേ. ഇനി 1/5 എന്നുള്ളതിൽ 5 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 30-നെ 5 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം.
ചെറുതാക്കുമ്പോൾ 6 എന്ന് കിട്ടും. ബാക്കി എത്ര വരുന്നു? 6ഉം ഉണ്ട് 6ഉം അല്ലേ. 6 × 6 ചെയ്ത് കഴിഞ്ഞാൽ 36 എന്ന് കിട്ടും. ആൻസർ വരുന്നത് എത്രയാണ്? 36.